ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ കൊണ്ടുള്ള ഒരു ചില്ലീൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂന്തൽ എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ കണവ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കൂന്തലാണ്. ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തല ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല, മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല വരട്ടി വെച്ചിട്ടുള്ള കൂന്തലിട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കൂന്തലിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കൂടിപ്പോകരുത്. സവാള ഇത്ര വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അധികം വഴറ്റിയെടുക്കണ്ട, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ കുരു കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഉള്ളി അധികം ഉടയണ്ട, ഈ ഒരു പാകത്തിലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നവരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ കൂന്തൽ ചില്ലിൻ്റെ കൂടെ ഒരു സോസും ചേർത്തിട്ടില്ല. ടൊമാറ്റോ സോസിന് പകരം കുറച്ച് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു സോസും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. സോസുകളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചില്ലിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചില്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.